പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രാർത്ഥിക്കുന്നതിനായി, കരുതുന്നതിനായി, സഹകരണങ്ങൾ എത്തിക്കുന്നതിനായി നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. അതെ, നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് എന്ന സ്ഥലത്ത് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം ആരംഭിക്കുവാൻ പോകുന്ന മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുകയും കരുതുകയും സഹകരണങ്ങൾ എത്തിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നവർക്കായി തന്നെ. പിന്നെയും നിങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, സഹകരണങ്ങൾ കുറയരുത്. ഒരുങ്ങുക വലിയൊരു ദൈവപ്രവർത്തിക്കായി, ആ പട്ടണം അറിയുന്ന ദൈവപ്രവർത്തിക്കായി. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ, നിങ്ങൾ അറിയുന്നവരുടെ മധ്യത്തിൽ അവർ ആശ്ചര്യപ്പെടും വിധത്തിൽ ഒരത്ഭുത സാക്ഷ്യം അത് പ്രാപിക്കുവാനായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക. വൈകുന്നേരം 3 മണിക്കാണ്. ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവസരമുണ്ട്. സഭ, സംഘടന, ജാതി, മത വ്യത്യാസമില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും സ്വാഗതം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, അതെ, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അറിയിക്കുക, നിങ്ങളും ഒരുങ്ങുക. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുവാൻ പറഞ്ഞ ഒരാലോചന പ്രവചന ദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, അതെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടായിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവരും. ദൂതനടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവർ ആട്ടിൻകൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടേണം. അപ്പോൾ പട്ടണം അതിൽ വീഴും, ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം. ദൂത് ഇതാണ്: ഇന്ന് ശത്രുവിന് അടച്ചുറപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി ഒന്ന് തുറക്കും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഇനി ഒരു ശത്രുവിനും, ആ ശത്രു മനുഷ്യരാകട്ടെ, പിശാചാകട്ടെ, അതെ, അവയ്ക്ക് അടച്ച് ഉറപ്പിച്ച് നിങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തുവാൻ കഴിയാത്ത വിധത്തിൽ വഴി ഒന്ന് തുറക്കും. അടഞ്ഞ വഴികൾക്ക് മുമ്പിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്ന സഹോദര, സഹോദരി, നിനക്ക് വേണ്ടി ദൈവം വഴി ഒന്ന് തുറക്കും. അവിടെ ആ രാജ്യത്ത് നീ പെട്ടിരിക്കുന്ന സ്ഥാനത്ത്, അതെ, നീ പെട്ടിരിക്കുന്നു. മറ്റാരെക്കാളും അത് നിനക്ക് നന്നായി അറിയാം. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വിധത്തിൽ നീ കരയുക. തിരികെ പോകണമോ, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം, ആരോട് സഹായം അഭ്യർത്ഥിക്കണം, എന്ത് ചെയ്യും? കുടുംബമായി ആ രാജ്യത്ത് പെട്ടുപോയ ചിലർ, നിങ്ങളുടെ വേദന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അവർ പറയുന്നത്, നീ പോയി രക്ഷപ്പെട്ടു, ഇനി ഞങ്ങൾ എന്തെങ്കിലും സഹായം ചോദിക്കുമെന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും നിലയിൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുമെന്നുള്ള ചിന്ത കൊണ്ട് നീ ഞങ്ങളോട് ദാരിദ്ര്യം പറയുന്നതാണ്, ഇല്ലായ്മ പറയുന്നതാണ്. അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. സഹോദരി, നീ കരയുക. കർത്താവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പലവരും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ച് ഇനി എന്തിനിങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന അടഞ്ഞ വഴികളെ നോക്കി, അല്ല, ശത്രു അടച്ചു കളഞ്ഞ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശത്രു അടച്ചു കളഞ്ഞ വഴികൾക്ക് മുമ്പിൽ പതറി നിൽക്കുന്ന നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അതെ, വഴി തുറക്കപ്പെടുക. നിനക്ക് മുമ്പിൽ ദൈവം വഴി തുറന്നു തരിക. ശത്രു അടച്ച വഴിയെ എൻ്റെ ദൈവം തുറന്നു തരിക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ വഴി തുറക്കപ്പെടുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ, അതെ, നിനക്ക് മുന്നേറുവാൻ, നിനക്ക് മുൻപോട്ട് പോകുവാൻ, ചത്തൊടുങ്ങി പോകാതിരിക്കുവാൻ വേണ്ടി എൻ്റെ ദൈവം വഴി തുറന്നു തരിക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. നോക്കൂ, അതത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ദൂതാണ്. പ്രസ്തുത വേദഭാഗം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കേറെ സുപരിചിതമാണ്.
വലിയൊരു കഷ്ടതയിൽ നിന്ന് ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ മോശയുടെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. മരുഭൂമിയിലെ കഷ്ടതയും പരീക്ഷയും കഴിഞ്ഞു വാഗ്ദത്ത ദേശത്തിന് തൊട്ടു മുമ്പിലെത്തി. അവരുടെ കണ്ണ് കൊതിക്കുകയാണ്, ഞങ്ങൾക്ക് വാഗ്ദത്ത ദേശം കാണണം. അവരുടെ ഹൃദയം ഇടിക്കുകയാണ്, ഞങ്ങളുടെ വാഗ്ദത്ത ദേശത്തിലൂടെ സ്തോത്രം ഞങ്ങളുടെ ശരീരത്തെ നടത്തണം. അവരുടെ കാലുകൾ കുതിക്കുന്നു, വാഗ്ദത്ത ദേശത്തിൽ അവർക്ക് കാലൂന്നണം. പക്ഷേ അതിന് വിരോധമായി അവരുടെ കണ്ണ് കാണുവാൻ ആഗ്രഹിച്ച, അവരുടെ കാലുകൾ പതിയാൻ ആഗ്രഹിച്ച ആ വാഗ്ദത്ത ദേശത്തിന് വിരോധമായി ഒരു മതിൽ കെട്ടി ഉയർത്തപ്പെടുന്നു. യെരിഹോ എന്ന മതിൽ. നോക്കൂ, അവിടെ ആ മതിലിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 6-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. ഈ ജനത്തെ കണ്ടിട്ട് അവർ മതിലിന് ഉറപ്പ് കൂട്ടി എന്ന് വചനം പറയുന്നു. എന്താണ്? ഇവരെ കണ്ടിട്ട്, വാഗ്ദത്തത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഇവരെ കണ്ടിട്ട് അവർ മതിലിന് ഉറപ്പ് കൂട്ടി. അതെ, അവർ പറയുകയാണ്, നിങ്ങൾ ഇതുവഴി നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കരുത്, അല്ലെങ്കിൽ പ്രവേശിക്കുക ഇല്ല. അതെ, ചിലർ പറയുന്നുണ്ട്, ഞങ്ങളുടെ മുമ്പിൽ കൂടി നീ രക്ഷപ്പെടത്തില്ല. ഓ, താങ്ക് യു ലോർഡ്. അത് തന്നെയാണ് സഹോദര അവിടെയും സംഭവിക്കുന്നത്. ചിലർ കട്ടായം പറയുകയാണ്, നീ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മുൻപിൽ നീ രക്ഷപ്പെടണ്ട, എൻ്റെ മുൻപിൽ നീ വലിയ ആളാകണ്ട, എൻ്റെ മുൻപിൽ നിന്റെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകണ്ട, എൻ്റെ മുൻപിൽ കൂടെ നീ ഇപ്പോൾ മനോഹരമായൊരു വീട് പണിയണ്ട, എൻ്റെ മുൻപിൽ നീ ആ വസ്തു വാങ്ങണ്ട, എൻ്റെ മുൻപിൽ കൂടെ നിന്റെ മക്കളുടെ അനുഗ്രഹം നീ കാണണ്ട, എൻ്റെ മുൻപിൽ കൂടെ, ഞങ്ങളുടെ മുൻപിൽ കൂടെ നിന്റെ മക്കൾ ആ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന ആ അനുഭവം നീ സ്വപ്നം കാണുകയോ വേണ്ട. ഞങ്ങളുണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അവർ മതിലിന് ബലം കൂട്ടുകയാണ്. അതെ, അവർ മതിലിന് ബലം കൂട്ടുകയാണ്. സഹോദരി, നിന്റെ കുടുംബ ജീവിതം ഒരുമിച്ച് നിങ്ങൾക്ക് സന്തോഷമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ ചില മതിലുകളെ കെട്ടി ഉയർത്തി. ആ മതിലിന് നീ സംശയം എന്ന് പേര് പറയും, ആ മതിൽ നീ മദ്യം എന്ന് പേര് പറയും, ആ മതിൽ നീ കൂട്ടുകെട്ട് എന്ന് പേര് പറയും, ആ മതിൽ നീ ദുർനടപ്പ് എന്ന് പേര് പറയും. എന്നാൽ കേൾക്കണമേ, ഏറ്റവും പ്രധാന കാര്യം, ആ മതിൽ അടച്ചുറപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നാൾ കഴിയും തോറും അതിന് ശക്തി കൂടുന്നു. മദ്യപാനം കൂടുന്നു, സംശയം കൂടുന്നു, കലഹം കൂടുന്നു, ബഹളം കൂടുന്നു. അയ്യോ, പറയണ്ട, അടച്ചുറപ്പിക്കുന്നുണ്ട്. നീ രക്ഷപ്പെടരുത്, നീ ആ മതിൽ ഭേദിച്ചു അതുവഴി നീ മുൻപോട്ട് പോകരുത്. അടച്ചുറപ്പിക്കുന്നുണ്ട്. നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടരുത്, നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കരുത് എന്ന് വെച്ച് ശത്രു കെട്ടി ഉയർത്തുന്ന മതിലുകളെ ഇന്ന് വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ ദൈവം പൊളിക്കുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഒരിക്കൽ കൂടി പറയട്ടെ, ഇനി വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ ആ മതിൽ ഇല്ല. സ്തോത്രം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, വിശ്വസിക്കുന്ന സഹോദരി, വിശ്വസിക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിൽ നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിനക്കും നിന്റെ ഭർത്താവിനും ഒരുമിച്ച് സന്തോഷത്തോടെ ചേർന്ന് മുൻപോട്ട് പോകുന്നതിന് തടസ്സമായി ആ മതിൽ ഇല്ല. നീ നിന്റെ ഭാര്യയെ കാണുവാൻ പോകുന്നു, നിന്റെ ഭർത്താവിനെ കാണുവാൻ പോകുന്നു, അല്ല നിന്റെ ഭർത്താവ് നിന്നെ കാണുവാൻ പോകുന്നു, നിന്റെ ഭാര്യ നിന്നെ കാണുവാൻ പോകുന്നു. ആ മതിലിന്റെ തടസ്സം ഇല്ല. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. സ്തോത്രം. മനുഷ്യർ യെരിഹോ നിവാസികൾ കെട്ടി ഉയർത്തുന്ന മതിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, അല്പം ചരിത്രം പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യെരിഹോ എന്ന പട്ടണത്തിൽ വസിക്കുന്ന തികച്ചും അപരിഷ്കൃതരായ ഒരു ജനസമൂഹം, എപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്ന, കഠിനമായ ക്ഷാമങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രശ്നങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം, തുച്ഛമായ ജനങ്ങൾ മാത്രം പാർക്കുന്ന ഒരു സമൂഹം. ശ്രദ്ധിക്കണമേ, തുച്ഛമായ ജനങ്ങൾ മാത്രം പാർക്കുന്ന, എപ്പോഴും യുദ്ധം, എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും പ്രതിസന്ധികൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ കൂട്ടം. എന്നാൽ ആ കൂട്ടത്തിനടുത്തേക്ക് വരുന്നത് ആരാണ്? 430 വർഷം മിസ്രയീമിന്റെ ഉലയിൽ ഊതി പഴിപ്പിച്ച് മൂർച്ച വരുത്തുക, വെറും 70 പേരായി കടന്നുപോയി 30 ലക്ഷം പേരായി വർദ്ധിക്കുകയും, അവിടെ കഷ്ടത ഉണ്ടെങ്കിലും പുറത്തുള്ള കഷ്ടത പോലെ അല്ലായിരുന്നു. മിസ്രയീമിൽ ദൈവജനം അനുഭവിച്ച കഷ്ടത അവരെ വർദ്ധിച്ചു പെരുകുമാറാക്കി. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കുക. അവർ കഷ്ടത അനുഭവിക്കും തോറും ദൈവം അവരെ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവ പൈതലാണോ? നിങ്ങൾ എത്രത്തോളം കഷ്ടത അനുഭവിക്കുമോ അത്ര
അത്രത്തോളം ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുമോ അത്രത്തോളം ദൈവം നിങ്ങളെ വളർത്തും. നിങ്ങൾ എത്രത്തോളം കരയുമോ, നിങ്ങൾ എത്രത്തോളം നിലവിളിക്കുമോ അത്രത്തോളം അതിനപ്പുറമായി ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കും. നോക്കൂ, കഷ്ടത പെരുകി ജനം വർദ്ധിച്ചു. ഒരിക്കൽ കൂടി, കഷ്ടത പെരുകി ജനം വർദ്ധിച്ചു. മാതാവേ, നിന്റെ ഭവനത്തിനകത്ത് കഷ്ടത പെരുകുന്നുണ്ട്, വർധനവിനായി ഒരുങ്ങിക്കോ. താങ്കളോട് യേശുവിൻ നാമത്തിൽ കഷ്ടത വർദ്ധിക്കുന്നത് നിന്റെ ഭവനത്തിലെ വർധനവിന് കാരണമായി മാറുവാൻ പോകുക. നോക്കൂ, അവിടെ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുവാനായി കടന്നു പോകുന്ന, പ്രസവിച്ച ഉടനെ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാനായി കടന്നു പോകുന്ന സൂതി കർമ്മിണിമാർ, അതായത് പ്രസവം എടുക്കുവാൻ പോകുന്ന സ്ത്രീകൾ, ഗൈനോക്കോളജിസ്റ്റുമാർ, അന്നത്തെ ഫറവോനോട് പറയുന്നത്, ഈ ഇസ്രായേലിയ സ്ത്രീകൾ അവർ തിറമിടുക്കുള്ളവർ, ഒന്ന് പ്രസവിച്ചതാണോ ഗർഭിണിയാണോ എന്ന് കണ്ടെത്തുവാൻ കഴിയത്തില്ല, അത്രത്തോളം ആരോഗ്യവും പുഷ്ടിയുമുള്ളവർ. അതേ സഹോദരി, അങ്ങനെ കിടക്കയിൽ കിടന്ന് പ്രസവിക്കുന്നത് വരെ ഒരു രോഗിയെ പോലെ ആകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്ക്, കർത്താവ് ഇതിനെ ശക്തീകരിക്കുക. നീ കിടക്കയിൽ കിടന്ന് ഇങ്ങനെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോയി പ്രസവിച്ചിട്ട് അങ്ങനെ അല്ല, നീ നടന്ന് ആശുപത്രിയിൽ പോകും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചെടുക്കും യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന താങ്കിനോട് യേശുവിൻ നാമത്തിൽ ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. ജീവൻ തുടിക്കാത്ത ഉദരവുമായി ഭയന്നായിരിക്കുന്നുണ്ട്. കരം വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ തന്ന് നിന്നെ മാനിക്കുക. സ്തോത്രം. മരുന്ന് ഒരു വശത്തുണ്ട്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒരു വശത്തുണ്ട്, ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നിനക്ക് സമ്മതമാണ്. അനങ്ങത്തില്ല, നടക്കത്തില്ല, തുമ്മത്തില്ല, ചുമക്കത്തില്ല, പക്ഷേ ഒരു ജീവൻ്റെ തുടുപ്പ് ഉണ്ടായാൽ മതി. ഡോക്ടർ കഷ്ടപ്പെട്ട് ഒരു ജീവൻ്റെ തുടുപ്പ് നിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഡോക്ടർ പറയുന്നതൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. പക്ഷേ ഇത് ഡോക്ടർ തരുന്നതല്ല, ദൈവം നിനക്കൊരു ഉദരഫലത്തെ തരുന്നു. അതേ സന്തോഷത്തോടെ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പ്രസവിക്കുന്ന സമയമെടുക്കുമ്പോൾ നീ ആശുപത്രിയിൽ കടന്നു പോകും, പ്രസവിക്കും. നടന്ന് ആശുപത്രിയിൽ പോകും, പ്രസവിക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നോക്കൂ, അത്രമാത്രം പുഷ്ടിപ്പും ആരോഗ്യവും ഉള്ളവർ, കഷ്ടത ഇല്ലെന്നല്ല, കഷ്ടതയുണ്ടെങ്കിലും പുഷ്ടിപ്പുണ്ട്, ആരോഗ്യമുണ്ട്. അതേ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും കഷ്ടത ഇല്ലെന്നല്ല, കഠിനമായ വേദനയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലെ വേർപാട് വല്ലാത്ത വേദനയാണ്. ഞായറാഴ്ച ശുശ്രൂഷയ്ക്കായി നിൽക്കുമ്പോൾ സ്തോത്രം, തയ്യാറാക്കിയ മെസ്സേജ് പോലും മറന്നു പോകുന്ന അവസ്ഥയുണ്ടായി. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജനത്തിന് വേണ്ടത് നൽകി നിർത്തി എന്ന് മാത്രം. ഞാൻ പ്രിപ്പയർ ചെയ്തതല്ല, പക്ഷേ കർത്താവ് തരേണ്ടത് തന്ന് നിർത്തി. അവിധത്തിൽ മറന്നു പോകും വിധത്തിൽ കഠിനമായ വേദനയുണ്ട്. അതേ വേർപാട് മുഖാന്തരമുള്ള ആ വേദന കഷ്ടപ്പെടുത്തുന്നുണ്ട്, എങ്കിലും ദൈവം നിർത്തുന്നുണ്ട്. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ കഷ്ടതയുണ്ട്, അവിടെ വർധനവുമുണ്ട്. അങ്ങനെ വർദ്ധിച്ചു പെരുകിയ 30 ലക്ഷം പേർ കഠിനതകളിലൂടെ, യുദ്ധങ്ങളിലൂടെ, ക്ഷാമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനവിഭാഗത്തിന് മുമ്പിൽ, അവരടച്ച വഴിയുടെ മുമ്പിൽ അയ്യോ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ശത്രു അത്ര പ്രബലനൊന്നുമല്ല. ആമേൻ. മാനുഷികമായി ചിന്തിച്ചാൽ, ഇവൻ വിചാരിച്ചാൽ, ഇവൾ വിചാരിച്ചാൽ, ഇവരൊക്കെ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? അവർ നിന്നെ വെല്ലുവിളിച്ചപ്പോൾ, നിനക്ക് വിരോധമായി നിന്റെ തകർച്ച മറ്റുള്ളവരോട് പറഞ്ഞ് ആ സമയത്ത് നീ വിചാരിച്ചിട്ടില്ല ഇവളെന്ത് ചെയ്യാൻ പോകുന്നു. പക്ഷേ സഹോദരി, ഒന്ന് നോക്കിയേ, അവർ പറഞ്ഞതുപോലെ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ? ആ വഴിയടഞ്ഞ് കുഞ്ഞു എത്താൻ പറ്റാത്ത ആ കുഞ്ഞ് കിടന്ന് കരയുക, മരണോപ്രാളപ്പെടുക. നിന്റെ സ്ഥിതിയും തുലവും വ്യത്യസ്തമല്ല. ബലഹീനരായവർക്ക് എങ്ങനെ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയും? നോക്കൂ, അതിനുള്ള ഉത്തരമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ ജനം കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വിഗ്രഹങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും മൂർത്തികൾക്ക് പൂജകൾ ചെയ്യുകയും ബലികൾ കഴിക്കുകയും ചെയ്യുന്ന ജനത്തെ കാണുവാൻ കഴിയും. അതിനുവേണ്ടി മൂർത്തികളെ പ്രസാദിപ്പിക്കുവാൻ, അഥവാ പിശാചിനെ പ്രസാദിപ്പിക്കുവാനായി നിൽക്കുന്ന മന്ത്രവാദികളെ, ക്ഷുദ്രപ്രയോഗകന്മാരെ, ആഭിചാരകന്മാരെ, വെളിച്ചപ്പാടന്മാരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ വിഗ്രഹങ്ങൾക്ക് അഥവാ ആ പൈശാചിക മണ്ഡലങ്ങൾക്ക് നേർച്ച കാഴ്ചകളെ നൽകുന്ന, മക്കളെപ്പോലും ബലിയായി നൽകുന്ന മനുഷ്യരെയും നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേലിൽ പോലും അങ്ങനെയുള്ള രാജാക്കന്മാർ ഉണ്ടായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളത് വായിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബലഹീനന്മാരെ
എണ്ണത്തിൽ പെരുപ്പമുള്ള ജനത്തെ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം ശക്തമാക്കി തീർത്തത് അവരിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലം. ആ പൈശാചിക മണ്ഡലത്തെ വർക്ക് ചെയ്യിപ്പിച്ച മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ. അതേ, അവർ നേരിട്ട് വിചാരിച്ചാൽ നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, നിന്റെ വഴി അടയ്ക്കുവാൻ കഴിയത്തില്ല, നിനക്ക് മുമ്പിൽ തടസ്സവും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും സൃഷ്ടിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ മന്ത്രവാദത്തിലൂടെ അവർക്കതിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്റെ തലമുറകൾക്ക് പുറത്തു വരുവാൻ കഴിയാത്തത്. അതെ, മുൻപിലുണ്ട്, അവരുടെ മുമ്പിൽ സാധ്യതകളുണ്ട്. എന്നിട്ട് അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ? ഒതുക്കപ്പെടുക. അടഞ്ഞുപോയ ചില വാതിലുകളെ കർത്താവ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി തുറന്നു നൽകിയ രാജ്യങ്ങളുടെ വാതിലുകളെ കർത്താവ് തുറന്നു നൽകും. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും, മാതാവേ, കർത്താവ് വാതിലുകളെ തുറന്നു. ചില ഇരുമ്പ് വാതിലുകളെ, ഇരുമ്പോടാമ്പലുകളെ തകർത്തു, താമ്രവാതിലുകളെ കർത്താവ് തകർത്തു. യേശുവിൻ നാമത്തിൽ ശത്രു അടച്ചുറപ്പിച്ച ശക്തിയേറിയ ചില വാതിലുകളെ തുറന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. നിന്റെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കർത്താവ് നിന്റെ തലമുറകളെ പുറത്തു കൊണ്ടുവരിക. പുറത്തു വരുവാൻ കഴിയുന്നില്ല, അവരെ അടച്ചുറപ്പിച്ചിരിക്കുക. ബലഹീനന്മാരുടെ ഒരു കൂട്ടം, സ്തോത്രം, ആമേൻ. പക്ഷേ അവരെ ബലവാന്മാരാക്കി മാറ്റുന്ന പൈശാചിക മണ്ഡലം എങ്ങനെ എതിർത്തു നിൽക്കും? ആമേൻ. എങ്ങനെ ജയിക്കും? ചോദിക്ക്. ദൈവദാസനെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എങ്ങനെ ഞങ്ങൾക്ക് ഈ മന്ത്രവാദ ശക്തികളെ ജയിക്കുവാൻ കഴിയും? എങ്ങനെ ക്ഷുദ്രക്കാരെ ജയിക്കുവാൻ കഴിയും? എങ്ങനെ ഈ ആഭിചാരകന്മാരെ ജയിക്കുവാൻ കഴിയും? ചോദിക്ക്. സ്തോത്രം. ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ യോശുവയുടെ പുസ്തകത്തിലേക്ക് വാ. അവിടെ ദൈവം പറയുകയാണ്, ആമേൻ. നോക്കൂ, നമ്മുടെ ദൈവം ശത്രുക്കൾ മുൻപിൽ വരുമ്പോൾ ജനത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ദൈവമാണ്. രാജാക്കന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. വാളുമായി നിങ്ങൾ മുൻപോട്ട് പോകണം, ഞാൻ നിങ്ങളുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കും. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ധൈര്യമായി പോയിക്കോളൂ, ഞാൻ നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾ പുറകിലൂടെ വരണം, നിങ്ങൾ കാനനപാതയിലൂടെ വരണം, നിങ്ങൾ ഇങ്ങനെ യുദ്ധം ചെയ്യണം. ദൈവം ഡയറക്ഷൻ കൊടുക്കുന്ന ദൈവമാണ്, കരങ്ങൾക്ക് ബലം പകരുന്ന ദൈവമാണ്. പക്ഷെ ഇവിടെ ആയുധമെടുക്കുവാനല്ല ദൈവം പറയുന്നത്. കാരണം ഇവിടുത്തെ ശത്രു മനുഷ്യൻ മാത്രമല്ല, ആ മനുഷ്യൻ ഉരുവാക്കിയൊരു പൈശാചിക മണ്ഡലമുണ്ട്. അതുകൊണ്ട് ആ ശത്രുവിനെ ജയിക്കുന്ന ആയുധത്തെക്കുറിച്ച് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിൽ തന്നെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആർപ്പിടയണം, അഥവാ ദൈവത്തെ സ്തുതിക്കണം. ആമേൻ. ദൈവത്തെ സ്തുതിക്കണം. സ്തുതി എന്ന ആയുധം പൈശാചിക മണ്ഡലങ്ങളെ തകർക്കും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, സ്തുതി എന്ന ആയുധം പൈശാചിക മണ്ഡലത്തെ തകർക്കും. നോക്കൂ, വചനം പറയുന്നു, അവർ സ്തുതിച്ചപ്പോൾ അവർ ശക്തന്മാരായി തീർന്നു എന്നല്ല, അവർ സ്തുതിച്ചപ്പോൾ പട്ടണ മതിൽ വീണു. സ്തോത്രം. യേശുവിൻ നാമത്തിൽ മനുഷ്യനും പിശാചും ചേർന്ന് കെട്ടി ഉയർത്തിയ മതിൽ വീണു. നിന്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക്, നിന്റെ അനുഗ്രഹത്തിന്, നിന്റെ വാഗ്ദത്ത നിവർത്തിക്ക് നീ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചു മുന്നേറുന്നതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെടുന്ന മതിൽ നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, സ്തുതിക്ക്, നീ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ആ മതിൽ വീഴും. ആമേൻ, ആമേൻ. പതറിപ്പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, പിറുപിറുക്കരുത്. സ്തുതിക്ക്, സ്തുതിച്ചു തുടങ്ങ്. പിശാച് കെട്ടി ഉയർത്തിയ മതിൽ വീഴുക, മന്ത്രവാദത്താൽ ഉരുവാക്കപ്പെട്ട മതിൽ യേശുവിൻ നാമത്തിൽ ആ മതിൽ വീഴുക. നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി പിശാച് കെട്ടി ഉയർത്തിയ മതിൽ വീഴുക. നിന്റെ ആത്മീയ ജീവിതത്തിന് വിരോധമായി പിശാച് കെട്ടി ഉയർത്തിയ മതിൽ വീഴുക. സ്തുതിച്ചു തുടങ്ങ്. ആശുപത്രി കിടക്കയിൽ സ്തുതിച്ചു തുടങ്ങ്. മതിൽ വീഴുവാനായി തുടങ്ങും. ആമേൻ. സ്തോത്രം. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 25-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തല പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു പ്രാർത്ഥിച്ചു. എവിടെ? കാരാഗ്രഹത്തിലാണ്. കയ്യിൽ ചുറ്റികയുണ്ടോ? ഇല്ല. കയ്യിൽ വലിയ സ്തോത്രം, എന്താ പറയുക, വലിയ കെട്ടിടങ്ങളെ ഇടിച്ചു കളയുവാൻ ഉതകുന്ന എന്തെങ്കിലും ടൂളോ എക്യുപ്മെന്റ്സോ എന്തെങ്കിലും ഉണ്ടോ? പവർ ടൂൾ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവരുടെ കയ്യിൽ സ്തോത്രം ചങ്ങലയുണ്ട്. അവരുടെ കാലിൽ ആമത്തിൽ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. നിവർന്നു പോലും നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവരായിരിക്കുന്നു. പക്ഷെ അവിടെയും അവർ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി. സ്തോത്രം. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിങ്ങൾ സ്തുതിക്കുമ്പോൾ പിശാച് കെട്ടി ഉയർത്തിയ മതിലുകൾ തകരും, വഴി തുറക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ കാത്തിരിപ്പിന് അറുതി വരിക. സ്തോത്രം. ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരിക യേശുവിൻ നാമത്തിൽ. ആ വിസ സ്റ്റാമ്പ് ചെയ്ത് വരിക. ആ തടസ്സം മാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആരോഗ്യത്തിന് വിരോധമായി ശത്രു കെട്ടി ഉയർത്തിയ മതിൽ നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ വീഴുവാനായി തുടങ്ങും. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇന്റർവ്യൂ കഴിഞ്ഞ ആ പേപ്പർ അത് കരങ്ങളിൽ എടുത്ത് വെച്ച് സ്തുതിക്ക്.
സ്തോത്രം. ആ തടസ്സം മാറും. ഓ താങ്ക് യു ലോർഡ് യേശുവിൻ നാമത്തിൽ ആ വിസ കരങ്ങളിൽ എടുത്ത് വെച്ച് സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആ തടസ്സം മാറും. ആ വിസ മുഖാന്തരം നിനക്ക് പോകേണ്ട രാജ്യത്തിലേക്കുള്ള വഴി തുറക്കപ്പെടും. ആമേൻ. സ്തോത്രം. ആ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് സ്തുതിക്ക്. ആ പേഴ്സ് എടുത്ത് വെച്ച് ദൈവത്തെ സ്തുതിക്ക്. ആ പേഴ്സ് നിറയുവാനായി തുടങ്ങും. ഓ താങ്ക് യു ലോർഡ്. അതിലേക്ക് നന്മ വരുന്നതിന് തടസ്സമായി ബന്ധിച്ച ബന്ധനം അഴിയുവാനായി തുടങ്ങും. യേശുവിൻ നാമത്തിൽ നിന്റെ വസ്തുവിൻ്റെ പ്രമാണം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. കോപ്പി എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അവിടെ മനോഹരമായൊരു ഭവനം ഉയരും. ആ പ്ലാൻ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക. മനോഹരമായൊരു ഭവനം ഉയരും. പ്രമാണം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അത് ബാങ്കിൽ നിന്ന് നിന്റെ അലമാരയ്ക്കകത്ത് വരും. യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. സ്തുതിക്ക്. അത് നിന്റേതായി തീരും. ആമേൻ. അത് നിന്റേതായി തീരുന്നതിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട സകല മതിലുകളും വീഴും. ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക. മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത് വെച്ച് ദൈവത്തെ സ്തുതിക്കുക. നീ സ്തുതിച്ചു തുടങ്ങുമ്പോൾ രോഗമെന്ന മതിൽ വീഴും. ഓ താങ്ക് യു ലോർഡ് യേശുവിൻ നാമത്തിൽ. അതേ പ്രിയരെ, ഇന്ന് ശത്രു അടച്ചുറപ്പിച്ച ഇനി ഒരിക്കലും നിങ്ങൾക്ക് തുറന്ന് കിട്ടത്തില്ല എന്ന് നിങ്ങൾ കരുതി ഭാരപ്പെട്ട ആ വഴി ദൈവം തുറന്നു തരും. സ്തുതിക്കുവാൻ തുടങ്ങുക. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ ഇത് ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്കും ഈ മെസ്സേജ് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും എത്തിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക. ക്രൈസ്തവർ കുടുംബത്തിലെ അംഗങ്ങളായി അവരെയും ഒപ്പം ചേർത്ത് നിർത്തുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ജോയിൻ ചെയ്യിപ്പിക്കുക. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നമ്മൾ ഒരുമിച്ച് ലൈവായി തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ച അത് നിങ്ങളുടെ സാക്ഷ്യമായി തീരും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഒരു ആത്മീയ ആരാധനയുടെ അനുഭവം മിസ് ചെയ്തായിരിക്കുന്നുവോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മതിലുകൾ തകരും, വഴികൾ തുറക്കപ്പെടും. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന. അടുത്തുള്ളവർ കടന്നു വരുവാൻ സാഹചര്യം അനുവദിക്കുന്നവർ, മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക. സ്വാഗതം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. ഞായറാഴ്ച വൈകുന്നേരം 3 മണികളിൽ നടത്തപ്പെടുവാൻ ആഗ്രഹിച്ച് നമ്മൾ ഒരുങ്ങിക്കൊണ്ടായിരിക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടേക്കും നിങ്ങൾക്ക് കടന്നു വരുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനുമുള്ള അവസരമുണ്ട്. ഞങ്ങൾക്കൊപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരമുണ്ട്. ലൈവിൻ്റെ ലിങ്കുകൾ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. ഉപവസിക്കുവാനും പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ചേർന്ന് ഉപവസിച്ച് വഴി തുറക്കുന്ന ഒരു അത്ഭുതം കാണുവാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി മാത്രമായൊരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ശത്രു കെട്ടി ഉയർത്തിയ വൻ മതിലിന് തടസ്സമായി നിരാശയും വേദനയും കണ്ണുനീരും സമ്മാനിക്കുവാൻ ഇടയാകും വിധത്തിൽ കെട്ടി ഉയർത്തിയ ആ വൻ മതിലിന് അപ്പനങ്ങ് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, മതിൽ വീഴട്ടെ, തടസ്സങ്ങൾ മാറട്ടെ, എല്ലാ വെല്ലുവിളികളും ഈ ജനത്തെ വിട്ട് മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി ഇവരങ്ങ് മാനിച്ചാട്ടെ. ശമ്പളം കുറവ് കൊണ്ട് ഭാരപ്പെട്ടായിരിക്കുന്നവർ, ധാരാളം നല്ല ശമ്പളമുള്ള, നല്ല വരുമാനമുള്ള, സമ്പാദിക്കുവാൻ കഴിയുന്ന, ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്ന വഴികൾ ഇവർക്ക് തുറന്നു നൽകണമേ. കർത്താവിൻ്റെ നാമം ഇവരുടെ ഉയരട്ടെ. എല്ലാ ഞെരുക്കങ്ങളും, ഇല്ലായ്മകളും, ബാധ്യതകളും മാറിപ്പോകട്ടെ. തൊഴിലിടത്തിലെ ശത്രു പീഡകൾ മാറിപ്പോകട്ടെ. ഗൂഢാലോചനകൾ മാറിപ്പോകട്ടെ. പുറത്താക്കുവാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ മാറിപ്പോകട്ടെ. പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. IELTS, OIT, പ്രോമെട്രി എക്സാമുകൾ എഴുതി വിശാലത ആഗ്രഹിച്ചായിരിക്കുന്നവർ നല്ല റിസൾട്ട് നൽകണമേ കർത്താവേ. വിദേശ രാജ്യങ്ങളിലേക്ക് എത്തട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ. വിസ തടസ്സങ്ങൾ മാറട്ടെ. പല ഏജന്റുമാരുടെ കരങ്ങളിലും പൈസ കൊടുത്ത് വിസ വരാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, അപ്പോൾ ആ തടസ്സത്തിൻ്റെ മതിലുകളെ അങ്ങ് തകർക്കണമേ കർത്താവേ. ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ടായിരിക്കുന്നവർ, വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അങ്ങ് വിടുവിക്കണമേ കർത്താവേ. പലയിടങ്ങളിൽ നന്മ പ്രതീക്ഷിച്ച് കടന്നുപോയി നല്ലത് കാണുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ, സ്വർഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. ഒറ്റയ്ക്കായി നിരാശയിലായിരിക്കുന്നവർ, മരണത്തിനായി നിലവിളിക്കുന്നവർ, ആ ആത്മഹത്യാ പ്രേരണകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. എല്ലാ രോഗങ്ങളും മാറട്ടെ. സൗഖ്യമാക്കുന്ന അങ്ങനെ അത്ഭുതകരം ചലിക്കട്ടെ. ഗിലെയാദിലെ നല്ല വൈദ്യനെ ഇപ്പോൾ ആ ഗിലെയാദിലെ കുഴമ്പിൻ്റെ സൗരഭ്യം ചിലർ അനുഭവിക്കുക. കഠിനമായ തലവേദനയോടെ എന്നെ കേൾക്കുന്നവർ, യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുന്ന കൃപയ്ക്ക്. ത്രോട്ടിലെ ഇൻഫെക്ഷൻ മുഖാന്തരം ഭക്ഷണം കഴിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ പ്രാർത്ഥിക്കുക. തൊണ്ടയിലൊരു മുഴ ഉള്ളത് കാരണം ഭാരപ്പെട്ടായിരിക്കുന്നവർ കരം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് സൗഖ്യമാക്കി യേശുവിൻ നാമത്തിൽ.
ഗിലെയാദിലെ നല്ല വൈദ്യനെ അങ്ങ് സർജറി ചെയ്ത കൃപയ്ക്ക് സ്തുതിക്കുന്നർത്ഥം. ഉദരസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകളും, ബാക്ക് ബോണിലുണ്ടാകുന്ന വളവുകൾ, അത് മുഖാന്തരമുള്ള വേദനകൾ യേശുവിൻ നാമത്തിൽ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. ജന്മനാടുള്ള രോഗങ്ങൾ മാറട്ടെ. ആന്തരിക അവയവങ്ങളിൽ പ്രവർത്തനമില്ലാതെ മാറട്ടെ. ആമേൻ. ശരീരത്തിന്മേൽ അഭിഷേകത്തിൻ്റെ വലിയൊരു സാന്നിധ്യം ചില ഭൂതങ്ങളെ പുറത്താക്കുവാനും ചില രോഗികളെ സൗഖ്യമാക്കുവാനും ദർശനങ്ങളും വെളിപ്പാടുകളും കാണുവാനും തക്കവണ്ണം അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകത്തിനായി പ്രാർത്ഥിക്ക്. ദൈവസാന്നിധ്യം ഇറങ്ങിയ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നന്ദി കർത്താവേ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകിയാട്ടെ. വസ്തുക്കളില്ലാത്തവർക്ക് വസ്തുക്കളെ നൽകണമേ. വാഹനങ്ങൾ വാങ്ങട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. കോടതികൾ സിവിൽ ക്രിമിനൽ കേസുകളുമായി കയറി ഇറങ്ങുന്നവർ നീതിയുള്ള വിധി ഉണ്ടാകട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വഴികൾ വാതിലുകൾ തുറക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.